വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. ജീവകാരുണ്യ പ്രവർത്തനം എന്നത് ഒരു സ്വാർത്ഥ താല്പര്യവുമില്ലാതെ, ലാഭേച്ഛയില്ലാതെ ജനങ്ങളെ സേവിക്കുക എന്നതാണ്. ഈ പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ 22 വർഷമായി ജില്ലാ ആശുപത്രിയിൽ റംസാൻ മാസത്തിൽ കഞ്ഞി വിതരണം, അതുപോലെ മറ്റുള്ള ഭക്ഷണ വിതരണമൊക്കെ നടത്തി വരുന്ന 2 പേരെയാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഏകദേശം 20 വർഷം മുമ്പ് നിലവിലെ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റുമായ പച്ചേരി ഫാറൂഖ്, അതുപോലെ സാമൂഹ്യ പ്രവർത്തകൻ കുറ്റീരി മാനുപ്പ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ ജില്ലാ ആശുപത്രിയിൽ കഞ്ഞി വിതരണമൊക്കെ ആരംഭിച്ചത്. അത് കഴിഞ്ഞ് പിന്നീട് ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലായി ഇപ്പോൾ CH സെൻ്ററിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ റംസാൻ മാസത്തിൽ കഞ്ഞി വിതരണം, ഭക്ഷണ വിതരണം, നോമ്പുതുറ നടത്തൽ എങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നമ്മോടൊപ്പം കഴിഞ്ഞ ഏകദേശം 22 വർഷമായി രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന, യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്ന ഹബീബ് മണ്ണേങ്ങലും പിന്നെ അസീസ് മണ്ണേങ്ങലും നമ്മോടൊപ്പമുണ്ട്. ഹബീബ്, 22 വർഷമായി ഈ ജീവകാരുണ്യ പ്രവർത്തനം മാത്രം നടത്തി വരുന്നു. ഇത് ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ, ഇത് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ഇച്ഛിച്ചായിരിക്കുമല്ലോ, അതിനെങ്ങനെയാണ് കാണുന്നത്? ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഏറെ സജീവമായി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഒന്ന്, മുസ്ലിം ലീഗിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് ഇറങ്ങിയത്. ഇത് ഏകദേശം നമ്മൾ ഈ പ്രവർത്തനമായി മുന്നോട്ട് ഈ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഏകദേശം 22 വർഷമായി ഇവിടെ കഞ്ഞി വിതരണവും ഈ നോമ്പ് തുറക്കുള്ള ടോക്കൺ വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തുടങ്ങിയിട്ട് കഴിഞ്ഞ 22 വർഷം മുമ്പേ നമ്മളെ MSS എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയാണ് ഇവിടെ മുമ്പ് കഞ്ഞി വിതരണത്തിന് നേതൃത്വം കൊടുത്തതിന്. അന്ന് നമുക്കറിയാം, നമ്മളെ സാമൂഹ്യ പ്രവർത്തകൻ കുറ്റീരി മാനുപ്പ സാഹിബിൻ്റെ നേതൃത്വത്തിൽ അത് നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ അന്ന് മുതൽ അതിൻ്റെ ടോക്കൺ വിതരണത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം അത്തരത്തിലൊരു ദൗത്യം അന്ന് നമ്മളെ ഏൽപ്പിക്കുകയും അത് കൃത്യമായിട്ട് ആ സമയത്ത് വന്ന് ടോക്കൺ വിതരണം നടത്തി കഞ്ഞി വിതരണം നടത്തുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ നോമ്പ് തുറയുടെ ഭക്ഷണ വിതരണം കാര്യങ്ങളും നൽകുന്നതിന് വേണ്ടി അന്നത്തെ മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ, അന്ന് മുനിസിപ്പൽ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പച്ചേരി ഫാറൂഖ് സാഹിബിൻ്റെയും ഭാരവാഹിയായിരുന്ന കുറ്റീരി മാനുപ്പ സാഹിബിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് അന്ന് ഈ നോമ്പിൻ്റെ റംസാൻ ഭക്ഷണ വിതരണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഇതിൻ്റെ വളണ്ടിയേഴ്സിൻ്റെ ഒരു കോർഡിനേറ്റർ ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായിട്ട് അന്ന് ഈ നോമ്പ് തുറൻ്റെ ടോക്കൺ കൃത്യമായ സമയത്ത് വിതരണം ചെയ്യും, അതിൻ്റെ ഭക്ഷണ വിതരണം നടത്തുകയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ടീമായിട്ട് തന്നെ അതിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം അത് കൃത്യമായ സമയത്ത് നൽകുകയും അതിനുശേഷം നമ്മുടെ മർഹൂം നമുക്ക് വിട്ടുപിരിഞ്ഞ നമ്മളെ ശിഹാബ് തങ്ങളുടെ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മരണശേഷം അന്നത്തെ മുനിസിപ്പൽ ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന് നേതൃത്വം നൽകുകയും ആ ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലായി നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഏകദേശം 14 വർഷത്തോളം തുടർന്ന് കൊണ്ടുപോയി. അതിനുശേഷം നമുക്കൊക്കെ അറിയാം, നമ്മളെ CH സെൻ്റർ, കാരണം തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ മഞ്ചേരിയിലൊക്കെ പ്രവർത്തിക്കുന്നത് പോലെ പെരിന്തൽമണ്ണയിലെ ഈ ഹോസ്പിറ്റൽ സിറ്റിയിൽ CH സെൻ്ററിൻ്റെ ആവശ്യം അനിവാര്യമാണ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, നമ്മളെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ സാഹിബിൻ്റെ നേതൃത്വത്തിൽ CH സെൻ്ററിന് നേതൃത്വം കൊടുക്കുകയും അത് ആരംഭിച്ച് അതിൻ്റെ കീഴിലായി കഴിഞ്ഞ 4 വർഷത്തെ നമ്മുടെ ഈ ഭക്ഷണ വിതരണവും അതുപോലെ തന്നെ നമ്മുടെ ഈ മറ്റു പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് വന്നു. അതിൻ്റെയൊക്കെ നേതൃത്വം എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 22 വർഷമായി ഇന്ന് വരെ, ഇപ്പോൾ അന്ന് മുതൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് നമ്മളെ യൂത്ത് ലീഗിൻ്റെ ആണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിലും ഒരുപാട് പ്രവർത്തകർ മാറി പോയപ്പോഴും അന്ന് തൊട്ട് ഇന്ന് വരെ ഇതിന് മാറാതെ ഇതിൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ പ്രവർത്തനം പ്രത്യേകിച്ച് റമദാൻ മാസത്തിലെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട മാസത്തിൽ നമ്മൾ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത് അതിനാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യം, മറ്റൊന്നുമല്ല. ഇതിൻ്റെ സമ്പാദ്യവും സന്തോഷവും അതാണ്. ഇതിന് പൂർണ്ണ പിന്തുണയായിട്ടാണ് ഓരോ ആളുകളും നമ്മൾ ഇതിന് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നും നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ സ്വന്തം എളാപ്പയാണ്, വാപ്പാൻ്റെ അനിയനാണ്, കൂടെ നിന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്താനുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഇത് നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനം നമ്മളെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നൊരു പ്രവർത്തനം എന്നാണ് അത് കാണുന്നത്. ഏതായാലും ഇവരുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനം വന്നത് 22 വർഷം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഏറ്റെടുത്തിട്ട് അതിൽ നിന്ന് പിൻവാങ്ങാതെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധു എളാപ്പ എന്ന് പറഞ്ഞ അസീസ് മണ്ണെങ്കിലും അദ്ദേഹമൊക്കെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഇത് പെരിന്തൽമണ്ണയിലെ സ്ഥിര സാന്നിധ്യമായ നിറസാന്നിധ്യങ്ങളാണ് ഇവരൊക്കെ. CH സെൻ്ററിൻ്റെ കീഴിൽ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. അത് എന്നും ഇവർ അർഹിക്കുന്നത്, ഇവർക്ക് എന്താണോ പ്രതിഫലം ദൈവത്തിൽ നിന്നും പടച്ചതമ്പുരാനിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്, ആ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം എന്താണോ അത് ലഭിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഇത് എന്നും ഈ നന്മ തുടരട്ടെ. ഈ നാട്ടിലെ ഈ നന്മയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച നിങ്ങൾക്ക് കൂടുതൽ ഇത് ചെയ്യാനുള്ള വലിയ പിന്തുണ ലഭിക്കട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുകയാണ്. വേറെന്താ പറയാനുള്ളത് താങ്കൾക്ക്? ഇതിൽ ഏറ്റവും പ്രയാസപ്പെട്ടൊരു കാലഘട്ടം, നമ്മളെല്ലാവരും പ്രയാസപ്പെട്ടൊരു കാലഘട്ടം കോവിഡ് കാലഘട്ടം. ആ കോവിഡ് കാലഘട്ടം റംസാൻ മാസത്തിലാണ് ഒരു കോവിഡ് നമുക്ക് വന്നു വിട്ടത്. ആ സമയത്ത് പോലും ഒരാൾ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ഒരു ടീം, നമ്മളിതുമായി ബന്ധപ്പെട്ട ടീം കൃത്യമായിട്ട് ഇതുപോലെ വന്ന് വാർഡുകളിൽ ടോക്കൺ നൽകി ആളുകൾക്ക് ഭക്ഷണം നൽകാനൊക്കെ കൃത്യമായിട്ട് ആ സമയത്ത് പോലും ഞങ്ങൾക്കിതിന് സഹായിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് കോവിഡ് വന്ന് സമ്പർക്കം വന്നു കഴിഞ്ഞാൽ കോവിഡ് ഉണ്ടാകുന്ന സാഹചര്യം എന്തോ പടച്ച റബ്ബിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അത്ര ആളുകളോട്ട് ഇടപഴകിട്ട് പോലും കോവിഡിൻ്റെ ഒരു പോസിറ്റീവ് ഉണ്ടായിട്ടില്ല എന്നതാണ്. കാരണം അത് പടച്ചവൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. കാരണം നമ്മൾ ഇത്രയും രോഗികളുമായി ഇടപഴകിയിട്ട് പോലും നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഏറ്റവും വലിയ പുണ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോവിഡ് കാലത്തും നടത്തി വന്ന ആ പ്രവർത്തനം അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പേടിച്ചിരുന്ന ഒരു കാലത്ത് പോലും കോവിഡ് രോഗികൾക്കുൾപ്പെടെ ഭക്ഷണ വിതരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അന്ന് അതിനെയൊക്കെ അതിജീവിച്ചു, കോവിഡ് പിടിച്ചില്ല. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ടായി എന്നാണ്, അദ്ദേഹത്തിൻ്റെ പടച്ചവൻ്റെ കരുതലുണ്ടായി എന്നാണ് പറയുന്നത്. ഏതായാലും ആ നന്മ എന്നും നിലനിൽക്കട്ടെ, എല്ലാ കാലത്തും അവർക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് എന്നും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നില 24 ലൈവ്.